നമസ്കാരം. ഇത് കാണുന്നവരോട് എനിക്കൊരു ചെറിയൊരു ചോദ്യം. നമ്മുടെ പറമ്പിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. അത് മെല്ലെ ഫ്രൂട്ട് കുറച്ച് വിഷം, അത് തിന്നാൻ പറ്റാത്തൊരു സാധനം. ഇപ്പോൾ നമ്മുടെ രണ്ട് ചെറിയ മക്കളുണ്ട്. ഈ മക്കളോട് നമ്മൾ പറയാണ് ആ പഴം തിന്നരുത്, വലിയ പ്രശ്നമാണത്. ഞാൻ പറഞ്ഞാൽ പിന്നെ അത് ധിക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ശത്രു ചേട്ടൻ വന്നിച്ചും, മക്കളെ ആ ഫ്രൂട്ട് തിന്നണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ അത് തിന്നാൻ നല്ല രസമാണ്, നിങ്ങളതെടുത്ത് തിന്നോ, നല്ല രസം സുഖമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കുട്ടികളത് പറിച്ച് തിന്നും. തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് കാണുന്നു. ഞാൻ ഓടിച്ചെന്നാൽ കുട്ടികളെ തല്ലി വീട്ടിൽ നിന്ന് ഓടിക്കുക, അല്ലെങ്കിൽ തിന്നാൻ പറഞ്ഞവനെ അടിച്ച് പുറംപൊളിക്കുക. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ എൻ്റെ കുട്ടികളെ വാരിയെടുക്കും. മക്കളെ അയാൾ പറഞ്ഞിട്ട് തിന്നേച്ചെങ്കിൽ ആകെ പ്രശ്നമായനെ, നിങ്ങളിങ്ങനെ പോര് പറയും. ഇനി പറഞ്ഞ് തിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഞാൻ പോലും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം ഉണ്ടല്ല, ഭയങ്കര സംഭവം. ആദത്തിനെ അവനെ 6-ാം ദിവസം സൃഷ്ടിച്ച് ബാക്കി എല്ലാ ചരാചരങ്ങളും കടലും ആകാശവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരു വികൃതി തോന്നി ഒരു മനുഷ്യനെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മണ്ണ് കുഴച്ച് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇയാളിങ്ങനെ ബോറടിച്ചിരിക്കണപ്പോൾ ചവിട്ടി അവൻ്റെ എല്ലിങ്ങോട് ഊരി, എന്നിട്ട് ഒരു പെണ്ണിനെ സൃഷ്ടിച്ച് ഇങ്ങനെ ഇനി ബോറടി മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സാത്താൻ, ലൂസിഫർ, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പല കാലങ്ങളിൽ പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ആളാണ് ലൂസിഫർ. അങ്ങനെ ലൂസിഫർ വന്നുവെച്ചും പാമ്പിൻ്റെ വേഷത്തിൽ വന്നുവെച്ചും പറഞ്ഞ് നിങ്ങളിത് തിന്നാൽ ദൈവത്തിൻ്റെ പോലെ ശക്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പാവങ്ങൾ അത്ര വലിപ്പമുണ്ടെന്നുള്ളൂ. അവരെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അവർക്ക് വേറെ കമ്മ്യൂണിക്കേഷനില്ല, വേറെ സ്കില്ലില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ല. അത് തിന്നു മക്കളെ, നല്ല ഇതുണ്ടാവും, ദൈവത്തിൻ്റെ പോലെ പവർ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവരത് തിന്ന്. അതിൽ ദൈവം അലറി വിളിച്ച് കടക്ക് പുറത്ത് പറഞ്ഞ് ആട്ടി ഓടിച്ച് പോണ വഴിക്കൊരു ഒറ്റത്താക്കിയത്. സ്ത്രീയെ നീ നൊന്ത് പ്രസവിക്കും, പുരുഷ നീ നെറ്റിയിലെ വെറുപ്പ് വരുവോളം അധ്വാനിച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. ഈ സാധുക്കൾക്ക് ഒന്നും അറിയില്ല, അത്രയും വലിപ്പത്തിൽ അവരെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറയണത്. അങ്ങനെ അവിടുന്ന് ഓടിക്കുമ്പോൾ പറഞ്ഞു നിൻ്റെയൊക്കെ പാപം പോക്കുവാനായിട്ട് ഞാൻ ഒരാളെ അങ്ങോട്ട് അയക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചോദ്യം, സ്ത്രീയെ നീ നൊന്ത് പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഈ പ്രസവം എന്താണെന്ന് ആ പെണ്ണിനെ അറിയുമോ? ആദത്തിനറിയോ എനിക്ക് കുട്ടികളുണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ പരിപാടി എടുത്താൽ ആ പെണ്ണിന് ഗർഭം ഉണ്ടാകുമെന്നൊക്കെ ഇവർക്ക് അറിയുമോ? ദൈവം പറഞ്ഞത് അവർക്ക് മനസ്സിലായോ? ഒരു പിടിയില്ല. അതൊക്കെ പോട്ടെ, ഇത് കണ്ടതാരാ? ഇത് ബൈബിൾ വായിക്കുമ്പോൾ തോന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ മുകളിലിരുന്ന് ഒരാളിങ്ങനെ ടൈം ടു ടൈം ഇങ്ങനെ ദൈവം പറയാം ആദ്യത്തെ ദിവസം ഉണ്ടാകട്ടെ, 2-ാം ദിവസം ഉണ്ടാകട്ടെ, അങ്ങനെ 6 ദിവസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ക്ഷീണിച്ച് മൂപ്പലാവർ ദൈവം ക്ഷീണിച്ച് പിന്നെ 7-ാം ദിവസം വിശ്രമിച്ച്. ഉണ്ടാകട്ടെ എന്ന് പറയാൻ ഭയങ്കര ക്ഷീണം ഉണ്ടാവും, 6 ദിവസം പറഞ്ഞില്ലേ. അങ്ങനെ ഇതൊക്കെ ചെയ്ത് ദൈവം ഇതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇവർ ഓടിച്ച് ഇവർ ഭൂമിയിൽ വന്ന് അവസാനമാണ് ബൈബിളിൽ മറിയത്തിൻ്റെ ജോസഫിൻ്റെയും മകൻ യേശു. അവിടം വരെ ഈ ബൈബിൾ എഴുതിയത് ഇതൊക്കെ ഇതിൻ്റെ മുകളിലിരുന്ന ഒരാൾ കണ്ട പോലെ. ഇതൊക്കെ സത്യമാണ്. ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിട്ട് തിരിച്ചറിവില്ല, ബുദ്ധിയില്ല, ബോധമില്ലാത്ത 2 മനുഷ്യരാ ഒരു പഴം തിന്നെന്നും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇത്ര ദയയില്ലാണ്ട് ആട്ടി ഓടിച്ച്. ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾ പാപികളാണ്. അപ്പം കർത്താവ് യേശു നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഇപ്പം ജനിക്കുന്ന കുട്ടികൾ പാപികളാണ്. എനിക്കൊരു പിടിയും കിട്ടില്ല. പക്ഷെ സുഖിച്ച് ജീവിക്കുന്ന 2 കൂട്ടരുണ്ട്, അച്ഛന്മാരും കന്യാസ്ത്രീകളും. ഒരു റിസ്ക്കില്ല, പ്രസവിക്കണ്ട, കുട്ടികളെ വളർത്തണ്ട, പ്രാരബ്ധങ്ങളില്ല, നല്ല വീഞ്ഞും പോർക്കും അടിച്ച് കയറ്റി ഇവർ അച്ഛന്മാരിപ്പുറത്താണെങ്കിൽ അവർ അതിലേറെ നല്ല സാധനങ്ങൾ തിന്നിപ്പുറത്ത് മടത്തിലും. പിന്നെ ഇവർ തമ്മിൽ ജോയിൻ്റ് ആകാണ്ട് ഇതിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സിസ്റ്റർമാരാണ് നോട്ടപ്പുള്ളികളാകുക. 79 കന്യാസ്ത്രീകളാണ് 1987 തൊട്ട് ഇങ്ങോട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്.
കൊന്നതെന്ന് പറഞ്ഞാണ് നല്ലത്. എന്നിട്ട് പറയാൻ ഡിപ്രഷനാണ്, ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞോളൂ. ഈ കർത്താവിനെ പ്രാർത്ഥിച്ചും ആ യേശുവിളിൽ വിളിച്ചും ആ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തി കർത്താവിൻ്റെ മണവാട്ടികളായിട്ട് നിൽക്കണവർക്ക് എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവണത്? എല്ലാം ദൈവത്തിന് സമർപ്പിച്ച ഒരു വ്യക്തി, യാതൊരു ടെൻഷൻ അവർക്കില്ല. മക്കളെ വളർത്തേണ്ട, സ്കൂളിൽ വിടണ്ട, ബാങ്കിലെ EMI അടക്കേണ്ട, ഒന്നുമില്ലല്ലോ അവർക്ക്. സമയത്തിന് തിന്നാൻ കിട്ടും, പ്രാർത്ഥിക്കുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ ചാപ്പലിൽ പോയെന്ന് പ്രാർത്ഥിച്ചാൽ തീർന്ന പ്രശ്നം. കന്യാസ്ത്രീമാർക്കുണ്ട്. പക്ഷെ ഇപ്പുറത്ത് കൂടി വേറെ അച്ഛന്മാരെ ഏടാകൂടെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഇവർ കയറെടുക്കണത്. അല്ലെങ്കിൽ അവന്മാർ എന്നെ റേപ്പ് ചെയ്യാൻ നേരത്ത് മരിച്ചു പോണതോ അല്ലെങ്കിൽ കിണറ്റിലെവിടെയെങ്കിലും തള്ളിയിടും. അത് ആത്മഹത്യ ചെയ്യണം. ഇതൊക്കെ വിശ്വസിച്ച് മനുഷ്യൻ നിൽക്കണം. എന്തിനാണെന്നറിയോ? മാമോദീസ തൊട്ടിങ്ങോട്ട് കുർബാന കൈക്കൊള്ളൽ, മനസ്സമ്മതം, കല്യാണം, മരണം, ഇതെല്ലാത്തിനും ഇവന്മാർ വന്ന് കിണി മണിയടിക്കണം. അതുകൊണ്ട് വിശ്വസിച്ചേ മതിയാവൂ. ഒരാളിപ്പോൾ അഗൈൻസ്റ്റായിട്ട് ഞാനിതിലൊക്കെ പെടൂല എന്ന് പറഞ്ഞ് ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ സഭ വിലക്കി അവനെ മഹറോൻ ചൊല്ലി, പിന്നെ ഒരു ഒറ്റ ക്രിസ്ത്യാനികളും അതിന് പെണ്ണ് കൊടുക്കൂല, മക്കളെ കെട്ടൂല, മക്കൾക്ക് പെണ്ണ് കൊടുക്കൂല. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട സ്ഥിതിയുള്ളത് കൊണ്ടാണ് മിക്ക ആൾക്കാരും മിണ്ടാണ്ട് നിൽക്കണത്. എല്ലാവർക്കും ഇതൊക്കെ അറിയാം, ഇതൊരു കഥയാണെന്നും ഇതിൽ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് പേര് ജീവിച്ചു പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ ചെറിയ സംശയമായിട്ട് ഞാനീ പറഞ്ഞത്. ഞാൻ ഫ്രൂട്ട് കഴിച്ചതൊക്കെ നിങ്ങളെന്നെ എന്നെ പോലെയാണ് ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നമസ്കാരം.